മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് മുന്നോടിയായി പാലാ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചു. പാലാ ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ തോമസ് പീറ്റർ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തി. ബ്രഹ്മപുരം തീപിടുത്തം, അതിനുശേഷം കോടതി പരാമർശത്തെ തുടർന്ന് കേരള സംസ്ഥാനം മുഴുവൻ ഒരു മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി ഒരു തീരുമാനം നമ്മുടെ ഗവൺമെന്റ് എടുത്തു. അതിന്റെ മുന്നോടിയായിട്ടാണ് പാലാ നഗരസഭയുടെ 26 വാർഡുകളും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ വാർഡുകളൊക്കെ നാം മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ചു. ഇന്ന് നമ്മുടെ നഗരസഭയിൽ നാം മാലിന്യമുക്ത നഗരസഭയെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നമ്മുടെ തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് നാം കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടു. നമ്മുടെ CPM-ന്റെ നേതൃത്വത്തിൽ ഒക്കെ നമ്മുടെ നഗരം ശുചീകരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു വരികയായിരുന്നു. യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ചെയർമാൻ തോമസ് പീറ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട്, ലിസുകുട്ടി മാത്യു, ജോസ് ചീരാങ്കുഴി, കൗൺസിലർമാരായ ആൻഡോ പടിഞ്ഞാറേക്കര, ജോസിൻ ബിനോ, ബൈജു കൊല്ലംപറമ്പിൽ, CG പ്രസാദ്, നീന ചെറുവള്ളി, മായ പ്രദീപ്, ലീന സണ്ണി, ഷാജു തുരുത്തൻ, ആനി ബിജോയ്, ക്ലീൻ സിറ്റി മാനേജർ ആർലി പി ജോൺ, ബിനു പൗലോസ്, അനീഷ് CG, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, മുനിസിപ്പൽ ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മികച്ച ശുചിത്വ നിലവാരം പുലർത്തുന്ന വീടുകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ തുടങ്ങിയവയ്ക്ക് പ്രശംസാപത്രം നൽകി ആദരിച്ചു. യോഗത്തിൽ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഷാജി ജോൺ, ഡോക്ടർ ഗീതാദേവി, ശ്രീലിനി L, രഞ്ജിത് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.